ജോബീസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ബിനീഷ് ഇന്നലെ പറഞ്ഞ പോലെ ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാത്രി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ചിക്കൻ കറിയും പിടിയും വെക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനാണ്. ചിക്കനൊക്കെ വെട്ടി റെഡിയാക്കി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബിനീഷാണ് കട്ടിങ്ങൊക്കെ. ഉള്ളി കട്ട് ചെയ്ത് ഉള്ളി കട്ട് ചെയ്യാനുണ്ട്, വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചി പച്ചമുളക് ഒക്കെ ബിനീഷിനെ ഏൽപ്പിച്ചേക്കുവാണ്. അറിയാവുന്ന രീതിയിലൊക്കെ കട്ട് ചെയ്യുന്നു. അത് മതി. രൂപയുടെ ഷെഫൊന്നും അല്ല നമ്മള്, എങ്കിലും നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങിയാണ്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ചൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എണ്ണ ചൂടായി കടുക് ഇടുകയാണ്. കടുക് പൊട്ടി കഴിഞ്ഞിട്ട് കുറച്ച് കേൾക്കാൻ നല്ല രസമുണ്ടല്ലോ. ഇങ്ങനെ കഴിഞ്ഞിട്ട് കുറച്ച് വെളുത്തുള്ളി ഇടുന്നു, ഇഞ്ചി ഇളക്കാം. ഏകദേശം വെളുത്തുള്ളി ഇഞ്ചിയും നല്ല മണം വരുന്നുണ്ടല്ലോ. വെളുത്തുള്ളി ഇഞ്ചി വഴറ്റി എന്നിട്ട് ഇനി ഉള്ളി ഇടുവാണ്. ഉള്ളിയിട്ട് കുറച്ചേരം ഞാൻ ഇളക്കാം. ഏകദേശം ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് പച്ചമുളക് ഇടുന്നു. കൂടെ ഞാൻ കറിവേപ്പില നേരത്തെ ഇടുന്നതായിരുന്നു, സാരമില്ല, കറിവേപ്പില കൂടെ ഇടുന്നു. കറിവേപ്പിലൊക്കെ ഉണ്ടോ? ഇവിടെയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കറിവേപ്പിലൊക്കെ. ഇത് നമ്മൾ മേടിച്ച് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുന്നതാണ്. ഇവിടെ കറിവേപ്പില കിട്ടാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ ഒന്നും കിട്ടുമ്പോൾ നമ്മളത് ഇന്ത്യൻ സ്റ്റോറൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെ മേടിച്ച് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കും. എപ്പോഴും കിട്ടിക്കോണം ഇല്ലേ? സ്വർണത്തിന്റെ വില അല്ലേ? വിലയല്ല, കിട്ടാനില്ല. വില എത്ര? ചെറിയൊരു കെട്ടിന് എത്ര? 10 ഷെക്കൽ. നാട്ടിൽ 220 വരും. അപ്പം അങ്ങനെ ഏകദേശം വയറ്റി ഇനി പൊടികൾ ഇടുവാണ്. ഒരു സ്പൂണും മുളക് പൊടി ഇട്ടു, ഒരു സ്പൂണും ടീസ്പൂണാണ്, നല്ല ടേബിൾ സ്പൂണല്ല. ജസ്റ്റ് ഇളക്കുക, മുപ്പിക്കുക. ചിക്കൻ നന്നായി കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ചിക്കൻ അതൊക്കെ ഇത് 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. നന്നായി ഉപ്പിടുന്നുണ്ട്. ഇപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനാട്ടോ, അങ്ങനെ അളവൊന്നും പറയുന്നില്ല. ചിലർക്ക് ഉപ്പ് കൂടുതൽ വേണ്ടിവരും, ചിലർക്ക് കുറവ് മതിയാവും. അങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട്. അത് ചിക്കനോട് മിക്സ് ചെയ്യുവാണ്. മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെക്കണം. 3/4 മണിക്കൂർ വെക്കണമെന്ന് വിചാരിക്കുന്നു. എത്ര നേരം? 1/2 മണിക്കൂർ. അതിന് സാധാരണ 2 മണിക്കൂറൊക്കെ വെക്കാറുണ്ട്. നമുക്ക് സമയമില്ല, അപ്പോൾ സമയത്ര. അങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട്. 1/2 മണിക്കൂർ ഞങ്ങളിത് പൊടിയൊക്കെ ഒന്ന് ചിക്കൻ പിടിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അങ്ങനെ 1/2 മണിക്കൂറായി ഏകദേശം. തിരിച്ചു എനിക്ക് തോന്നുന്നു, കണ്ടിട്ട് കുഴപ്പമില്ല. ഇത് ഞങ്ങൾ ഗ്യാസിലേക്ക് വെക്കുകയാണ്. ചിക്കൻ ഓണായി കൂട്ടി കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഒഴിക്കുന്നുണ്ട്. ചിക്കനിൽ കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ. അത് ഇറങ്ങി വരുമ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ഒഴിക്കാം. മൂടി വെച്ചിട്ട് കുറച്ച് നേരം. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് പിടിയാണ് വെക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കുന്നു. കറിവേപ്പില ഇടുന്നു. കുറച്ച് ജീരകപ്പൊടി, ചെറുജീരകപ്പൊടി കേട്ടോ. നമുക്ക് ചെറിയ ഉള്ളി കിട്ടുവാണെങ്കിൽ ഇട്ടാൽ നല്ലതായിരുന്നു. പക്ഷേ ചെറിയ ഉള്ളി ഇവിടെ കിട്ടാനില്ല. പിന്നെ കുറച്ച് ഉപ്പ്, എന്നിട്ട് തിളപ്പിക്കാൻ വെക്കുന്നു. ചൂടുവെള്ളമാണ്, എന്നാലും തിളയ്ക്കാൻ വേണ്ടി വെക്കുന്നു. കുറച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലോട്ട് ഒരു പൊടി ഇടുന്നു. കാരണം ഞാൻ ഉപയോഗിക്കുന്നത്
പുട്ടുപൊടിയാണ്. പുട്ടുപൊടി അതിലോട്ട് ഏകദേശം കുറച്ച് തേങ്ങ, ഇവിടെ തേങ്ങാപ്പീര പോലെ ആയിട്ടാണ് കിട്ടുന്നത്. ഫ്രഷ് തേങ്ങ ഒന്നും കിട്ടില്ല. തേങ്ങാപ്പീര ഇടുന്നു. ഈ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇത് മിക്സ് ചെയ്യുവാണ്. എല്ലാ ജീരകവും മറ്റേ കറുവേപ്പിലയും ഒക്കെ ഉള്ള വെള്ളമാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് പതുക്കെ സ്പൂൺ കൊണ്ട് തിളക്കുവാണ്. മിക്സ് ചെയ്തിട്ട് കൈ കൊണ്ട് ഇളക്കാൻ വിചാരിക്കണം. ചൂടായതുകൊണ്ട് കേട്ടോ ഞാൻ ആദ്യം സ്പൂൺ കൊണ്ട് ഇളക്കിയത്. കൈ കൊണ്ട് ഇളക്കല്ല അതിൻ്റെ ഒരു നല്ല ചൂടല്ലേ, തിളച്ചോളല്ലേ. ഉപ്പുണ്ടോ? ആണോ? പൊടി കുഴച്ച് വെച്ചേക്കാണ്. നീന്ന് ഉരുട്ടണം. ചെറിയ ചെറിയ ഉരുണ്ടയായിട്ട് ഉരുട്ടണം. നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അത്ര സെറ്റപ്പ് ആയിട്ടില്ല. കാരണം പെട്ടെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാനിങ്. അതുകൊണ്ട് എന്തായാലും സമയം ഇപ്പോൾ എത്രയായി? 10 മണി കഴിഞ്ഞു അല്ലേ? കഴിച്ചിട്ട് കിടക്കാനുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് ഫാസ്റ്റ് ആക്കണം. അതെ, ഉരുളയ്ക്ക് അത്ര ഷേപ്പിന്റെ ആവശ്യമൊന്നും ഇല്ല. വീട്ടില് ഇത് ഭയങ്കര ഫേവറേറ്റ് ചെയ്ത കേട്ടോ. മമ്മി ഭയങ്കരമായിട്ട് നന്നായിട്ടുണ്ടാക്കും മമ്മി. എനിക്ക് അപ്പോഴും ഞാൻ ഉണ്ടാക്കാൻ ഉരുട്ടി കൊടുക്കുമായിരുന്നല്ല, ഉണ്ടാക്കാൻ അറിയത്തില്ല. ഇവിടെ വന്നിട്ട് ഞാൻ പഠിച്ചത്. എന്റെ ഫ്രണ്ട് പറഞ്ഞു എനിക്ക് ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ. വെളുത്തുള്ളിയൊക്കെ ചേർക്കും ചില നാട്ടിൽ. എനിക്കിങ്ങനെ അത്ര ഒരു താല്പര്യമില്ല വെളുത്തുള്ളി ചേർക്കണം. അതുകൊണ്ട് ചേർക്കാതിരുന്നേ. പക്ഷെ ഉള്ളിയും ചേർക്കുമായിരുന്നു, ചെറിയ ഉള്ളി. പക്ഷെ ഇവിടെ കിട്ടാനില്ലല്ലോ. അങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിതീഷിന്റെ വീഡിയോ കേൾപ്പിച്ചാണ്. നിതീഷിന്റെ വീഡിയോ നിർത്തിക്കോണം. അതുകൊണ്ട് അവനെ കൂടെ ഉരുണ്ടാലും തീരില്ലെന്ന്. അത് ശരിയാ, ഞങ്ങളുടെ കൂടെ ഉരുട്ടാ. അപ്പോൾ നമ്മള് ഉണ്ടാക്കി ഉരുട്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. വെള്ളമാണെങ്കിലും തിളയ്ക്കാൻ വേണ്ടി വെക്കുന്നത്. ഞാനോട് കുറച്ച് തേങ്ങാപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. തിളച്ചു ഏകദേശം. നേരത്തെ ഇട്ട കറിവേപ്പില ജീരകപ്പൊടി എല്ലാം ഉണ്ട്. ഉപ്പ് ഏകദേശം ഓക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഇനി ഇതോട്ട് ഈ ഉണ്ട ഉരുട്ടി ഇടാൻ പോവുകയാണ്. പുറത്തു പോയോ? പറഞ്ഞു പോയിട്ടുള്ളൂ. ഫ്രണ്ട്സ്, നമ്മുടെ പിടി റെഡി ആയിരിക്കുകയാണ്. പുട്ടുപൊടി കുറച്ച് തരി കൂടുതലാണ്. അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും കുഴപ്പമില്ല, ഓക്കെ ആയി. ഇനി കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഇത് ഓക്കെ ആയിക്കോളും. ഇത് ടൈറ്റ് ആയിക്കോളും. അതിന് ചിക്കൻ കറിയും റെഡിയാണ്. അപ്പോൾ ഞങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കഴിക്കാൻ തുടങ്ങും. കാരണം വിശപ്പിന്റെ വിളി വന്നു തുടങ്ങി. കാരണം ഞാനൊക്കെ എന്നും 7 മണിക്ക് കഴിക്കുന്ന ആളാണ്. അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി. എല്ലാവരും കാണുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണിൽ അമർത്തുവാണെങ്കിൽ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അങ്ങനെ പിടി ആണ്, പിടിയുടെ ഇരിക്കുകയാണ്. ചിക്കൻ കറിയും കുഴപ്പമില്ല, കുറച്ച് ആട് കൂടുതലാണ്. പിടി കഴിക്കാൻ വേണ്ടി കുറച്ച് ആട് കൂട്ടി വെച്ചതാണ്. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോവാണ്. പിടിയും കോഴിയും ഒത്തിരി നാളായി കഴിച്ചിട്ട്. ഒത്തിരി നാൾ 5-6 മാസമായി. എങ്ങനെയുണ്ട് ബിനീഷ് കഴിച്ചിട്ട്? കഴിച്ചിട്ടില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വെച്ച അത്ര ശരിയായിട്ടില്ല. പൊടിക്ക് വെച്ച് തരി കൂടുതലാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ വിദേശത്ത് നിന്നുകൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ അല്ലേ? ഇത്രയും കിട്ടുന്നുണ്ടല്ലോ അല്ലേ?